അല്ലാഹു കൊടുത്തിരിക്കുന്ന ആയുസ്സുണ്ടല്ലോ, അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, ആരല്ലാഹുവിന് കൊടുക്കുന്നുണ്ടോ അവന് ഫിർദൗസിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തന്നിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ കഴിയുമോ, നിന്റെ ജീവിതം അല്ലാഹുവിന് വേണ്ടിയാണ്. ഈ വഅദ് പറയുന്ന സിറാജിന് ഈ 31 കൊല്ലത്തെ ഈ ആയുസ് റബ്ബിനാണ് കൊടുത്തതെന്ന് പറയാൻ എനിക്ക് കഴിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അല്ലാഹുവിന് കൊടുക്കണം. പടച്ചറപ്പ് തന്ന ഈ ആയുസ് പടച്ചറപ്പിന് കൊടുത്താല് എന്റെ പ്രിയമുള്ളവരെ, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ നിനക്ക് കടക്കാകടിയോ. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അല്ലാഹു തന്ന ആയുസ് ഇങ്ങനെ വെറുതെ കളയുകയാ. ഒരു വിലയും നൽകാറില്ലല്ലോ, സമയത്തിനൊരു വിലയില്ലല്ലോ, പാഴാക്കി കളയുന്നവരാണല്ലോ. എങ്കിൽ ഈ സമയത്തിനൊരു വിലയുണ്ട് ചെറുപ്പക്കാരാ. ഈ സമയത്തിന്റെ വില മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുമോ? ചുമ്മാതെ തള്ളിക്കളയുന്ന, നിസാരമായി തള്ളിക്കളയുന്ന ഈ സമയത്തിന്റെ വില നിനക്ക് തിരിയുന്നത് എപ്പോഴെന്നറിയുമോ? അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അസ്റായിലിനെ കാണുന്ന സമയമുണ്ടല്ലോ, അസ്റായിലിനെ കാണുന്ന സമയമുണ്ടല്ലോ. പടച്ചവരേ, വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ പാഴാക്കി കളയുന്ന സമയത്തിന്റെ വില നിനക്ക് മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുമോ? ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അസ്റായില് നിന്നെ കൊണ്ടുപോകാൻ വരുന്ന സമയമുണ്ടല്ലോ, അപ്പോഴാണ് തിരിയുന്നത്, അപ്പോഴാണ് മനസ്സിലാകുന്നത്. അവിടെ കടന്നിട്ട് നീ തെണ്ടുന്നു അസ്റായില്, ഒരു നിമിഷം ദാസ്റായില്, ഒരു സെക്കൻഡ് ദാസ്റായില്. ഞാനും നിങ്ങളും മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരു നിമിഷത്തിന് വേണ്ടി അല്ലാഹുവേ കടന്ന് യാചിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പാഴാക്കി കളയുന്ന സമയത്തിന് വല്ലാത്ത വിലയാ. അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് നിനക്ക് സുഖിക്കാനാണെന്ന് നീ കരുതുന്നുണ്ടോ? നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹു തന്നെ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാ. അല്ലാഹു ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ചോദിക്കുന്നത്, ഒരു താക്കീതിന്റെ സ്വരത്തിലാണ് ചോദിക്കുന്നത്. ഏ മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചെറുപ്പക്കാരാ, അല്ലയാ മോനെ ചോദിക്കുന്നത്, അല്ലാഹു തന്നെയാ ചോദിക്കുന്നത്. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സുഖിക്കാനാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ചെറുപ്പക്കാരാ, നിനക്ക് തോന്നുന്നത് പോലെ തിന്ന് കുടിച്ചു ആസ്വദിച്ച് നടക്കാനല്ല അല്ലാഹു നിന്നെ സൃഷ്ടിച്ചതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികുത്തിവെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉകുതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമല്ലോ. വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത പരലോകമാണല്ലോ. ഒരു പെണ്ണ് പ്രസവിച്ച വേദന അറിയാത്ത പരലോകമാണല്ലോ. പിഞ്ചു കുഞ്ഞുങ്ങൾ പേടിച്ചിട്ട് മുടി നിറച്ചു പോകുന്ന പരലോകമാണല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്ത് കൂടെ ഒലിച്ചിറങ്ങുന്ന പരലോകമാണല്ലോ. തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പരലോകമാണല്ലോ. എല്ലാവരും തലതാറ്റി പിടിച്ച് കരയുന്ന പരലോകമാണല്ലോ. നരകത്തെ കാണുന്ന പരലോകമാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ആ പരലോകത്ത് വെച്ച് അല്ലാഹു മനുഷ്യരോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയോ ചെറുപ്പക്കാരാ? നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു ചൊല്ലുമ്പോൾ അല്ലാഹു ഒന്നാമതായി പടച്ചറപ്പ് ഒന്നാമതായി ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുവോ? ഞാൻ തന്ന ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ച ചെറുപ്പക്കാരാ? നിന്റെ
ജീവിതം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചോ എന്ന് പടച്ചറപ്പ് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യത്തിന് മറുപടി പറയാതെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാ കഴിയില്ല മുസ്ലിമേ. അങ്ങനെ ഒരു ദിവസം നിനക്ക് വരാനുണ്ട്, അന്നോടാ കഴിയില്ലല്ലോ. കാലനക്കണമെങ്കിൽ അല്ലാഹു തീരുമാനിക്കണം. അങ്ങനെ ഒരു ദിവസം നിനക്ക് വരാനുണ്ട് ചെറുപ്പക്കാരാ. ആ പരലോകത്ത് വെച്ച് നീ നരകം കാണുന്ന ഒരു സമയമുണ്ട്. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കുന്ന മലക്കും തന്റെ അനുയായികളും പടച്ചുറപ്പേ വൈദാ റഅത്തഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുലൻ വസഫീറാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന മലക്കും തന്റെ അനുയായികളും നരകത്തിന്റെ ഒരു ഭാഗത്ത് 70,000 ചങ്ങലയിൽ കെട്ടുകയോ, ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളോ. ഒരു ചങ്ങലയിലെ ഒരു കുളത്തിന്റെ വലിപ്പം ഈ പ്രപഞ്ചത്തിനെക്കാളും വലുതോ. കോടാലി കോടി മലക്കുകൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് അവന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന കാഴ്ച കാണുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, നീ അവിടെ ഇരുന്നു കൊണ്ട് റബ്ബിനോട് പറയുന്നത് റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. അവിടുന്ന് പറയുന്നു, അല്ലാ കണ്ടു പടച്ചവര്, എന്റെ കണ്ണുകൊണ്ട് കണ്ടു പടച്ചവര്, നരകത്തിന്റെ തീ കണ്ടു പടച്ചവര്, നരകത്തിന്റെ ആഴം കണ്ടു പടച്ചവര്, നരകത്തിന്റെ വിളി കേട്ട് പടച്ചവര്, അതുകൊണ്ട് ഫർജിഅനാ ഒരവസരം കൂടെ തരുമോ അല്ലാ, ഒരവസരം കൂടെ തരുമോ അല്ലാ, ഒരു ചാൻസ് കൂടെ തായെന്ന് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കിടന്ന് യാചിക്കുമെന്ന് ഖുർആൻ പറയുന്നു. എന്റെ പ്രിയമുള്ളവരെ, ജീവിതം സുഖിക്കാറുള്ളതല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. എവിടെയും കേറി വരുമല്ലോ മരണം. മരണത്തിന് കേറി വരേണ്ട സ്ഥലമല്ലാകുമോ, എവിടെയാണ് വരേണ്ടതെന്നറിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ചിലപ്പോൾ വിവാഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു വരാ, പടച്ചവനെ മണിയറക്കകത്തേക്ക് കടന്നു വരാ, അല്ലെങ്കിൽ പ്രസവിച്ച 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചതെന്റെ പ്രിയപ്പെട്ട പൊന്നുപോര് ഒന്ന് കാണുന്നതിന് മുമ്പ് അല്ലാഹു കുഞ്ഞിനെ കൊണ്ടുപോകാ, അല്ലെങ്കിൽ ഉമ്മയെ കൊണ്ടുപോകാ. പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ പരിസരത്തല്ലേ പൊന്നുമോര് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയത്. അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് ഓർമ്മയുണ്ട്, വാതിന് വരുമ്പോൾ ആ ചെറുപ്പക്കാരൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനാട് പടച്ചവനെ എഴുതി തന്നു ഉസ്താദ്. ഒരു സ്വാലിഹായ പെണ്ണിനെ കിട്ടാൻ, ഒരു അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ ദുആ ചെയ്യടേ ഉസ്താദ്. പടച്ചവനെ, കഴിഞ്ഞ ആഴ്ചയില്ലേ കല്യാണം കഴിഞ്ഞിട്ട് വിവാഹത്തിന്റെ 4ാമത്തെ രാത്രിയില് പടച്ചവരെ തന്റെ ജീവിതത്തിലേക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷയുമായി കടന്നു ചെന്നു. വിവാഹത്തിന്റെ 5ാമത്തെ ദിവസം 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറിലേക്ക് യാത്രയായി പോയ ഒരു ചെറുപ്പക്കാരന്റെ മയ്യത്ത് നമ്മളിൽ പലരും കണ്ടവരല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് മരണചിന്ത നല്ലതാ പൊന്നുമോനെ. മഹാനായ റബീഅ ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു, റബീഅ റളിയല്ലാഹു തആല അൻഹു നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനാ. പക്ഷേ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ കബറ് കുടിച്ചിട്ടിരിക്കുകയാ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കബറിനകത്ത് വന്നിറങ്ങിയിട്ട് കടന്ന് കരയുകയാ. പടച്ചവരെ, അവസാനം വൈകുന്നേരം തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് കബറിനകത്തേക്ക് ഇറങ്ങുകയാണ്. റബീഅ റളിയല്ലാഹു തആല അൻഹു ഖബറിനകത്ത് ഇറങ്ങിയിട്ട് പിന്നെയും കിടന്ന് കരയുകയാ. ജനങ്ങൾ ചോദിച്ചു, റബീഅ എന്തിനാണ് രാവിലെയും വൈകിട്ടും ഖബറിനകത്ത് കിടന്ന് കരയുന്നത്? റബീഅ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മനുഷ്യ, എപ്പോഴാണ് പോകേണ്ടതെന്നറിയില്ലല്ലോ, എപ്പോഴാണ് പോകേണ്ടതെന്നറിയില്ലല്ലോ. അതുകൊണ്ട് കടന്നു പഠിക്കുകയാ
പഠിക്കുകയാണ് റബിയ. ഞാൻ ഖബറിനകത്ത് കിടന്നിട്ടു പഠിക്കുകയാണെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പടച്ചറപ്പ് തന്ന ഈ ആയുസുണ്ടല്ലോ, അത് സുഖിക്കാനല്ല, ആസ്വദിക്കാനല്ല, മതിമറന്ന് ജീവിക്കാനല്ല, തോന്നിവാസം കാണിക്കാനല്ല. എന്റെ പ്രിയമുള്ളവരെ, കുടുംബത്തിന് വേണ്ടി ജീവിക്കാനല്ല. എല്ലാവരും ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്. വാപ്പാ, നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണ്ടോ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, പടച്ചവരെ, ഈ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സുഖത്തിനും ആസ്വാദത്തിനും വേണ്ടി അല്ലാഹു തന്ന ആയുസ് നീ പാഴാക്കുമ്പോ പൊന്നുമോനെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ജീവിതം എങ്ങനെ ചെലവഴിക്കണമെന്നറിയുമോ ചെറുപ്പക്കാരാ? പടച്ചറപ്പ് തന്ന ഈ ആയുസ് എങ്ങനെ ചെലവഴിക്കണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, ഞാൻ സൗന്ദര്യമില്ലാത്തവനാ നബിയേ. വല്ലാതെ കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന സ്വഹാബിയ അവിടെന്ന് പറഞ്ഞു, നബിയേ, സ്വർഗത്തിലേക്ക് പോകുന്നതിന് ഈ നിറം തടസ്സമാകുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിച്ചവരെ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഇല്ല സഅദ്, നിറമൊരു തടസ്സമല്ല സഅദ്, സ്വർഗത്തിലേക്ക് കടന്നു പോകാ, നിറമൊരു തടസ്സമല്ലെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ ചോദിക്കാനുള്ള കാരണം എന്താ? പഠിച്ചവനെ, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരു വിവാഹം കഴിക്കണമെന്ന് വല്ലാത്ത മോഹമാ നബിയേ. ഒരാളും എനിക്ക് വിവാഹം കഴിച്ചു തരുന്നില്ല. എനിക്ക് അഴകില്ലാത്തത് കൊണ്ട്, എനിക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ട്, എന്റെ ശരീരം മുഴുവനും കറുത്തത് കൊണ്ട് ആരും എനിക്ക് മക്കളെ കെട്ടിച്ചു തരുന്നില്ല നബിയേ. എനിക്കൊരു വിവാഹം കഴിക്കണമെന്ന് വല്ലാത്ത മോഹമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹുവേ, ആ ചെറുപ്പക്കാരനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദ്, ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനുണ്ടല്ലോ, ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് റബ്ബേ. ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഒരു മനുഷ്യന്റെ വീട് പറഞ്ഞു കൊടുക്കുകയാണ്. അംർ ഇബ്നു വഹബ് എന്ന് പറയുന്നു, ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഉണ്ടല്ലോ, ആ മനുഷ്യന്റെ വീട് പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദ്, ആ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ടു അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകള്, നീ പെണ്ണ് ചോദിക്കു സഅദ്, ഞാൻ വിവാഹം കഴിച്ചു തരാ പറഞ്ഞു എന്ന് പറസഅദ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടുന്നു, അംർ ഇബ്നു വഹബ് എന്ന് പറയുന്നു, ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനുണ്ടല്ലോ, ഏറ്റവും വലിയ കോടീശ്വരനുണ്ടല്ലോ, ആ മകന്റെ, ആ മനുഷ്യന്റെ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക്, അംർ ഇബ്നു വഹബിന്റെ കൊട്ടാരത്തിലേക്ക് അല്ലാഹുവേ, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടന്നു ചെല്ലുകയാ. എന്നിട്ട് എന്തേ എന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമോളെ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുകയോ. അംർ ഇബ്നു വഹബിന് വല്ലാത്ത ദേഷ്യം തോന്നി, കറുത്ത കരിക്കട്ടയെ പോലെ ഇരിക്കുകയാണ്. പഠിച്ചവനെ, വല്ലാത്ത ഒരു നിറമോ അല്ലാഹുവേ അവിടെ നാട്ടിയോടിക്കുകയാണ്. എന്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തരില്ലെന്ന് പറഞ്ഞു അംർ ഇബ്നു വഹബ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ നാട്ടിയോടിക്കുമ്പോൾ ആ മനുഷ്യന്റെ സുന്ദരിയായ പൊന്നുമോളുണ്ടല്ലോ, വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന, ഉപ്പോ, എന്തിനാണ് ആ ചെറുപ്പക്കാരനെ ആട്ടിയോടിച്ചത്? എന്തിനാ വാപ്പോ? അവന് സൗന്ദര്യമില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സമ്മതമാ വാപ്പോ. ആ ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടണമെങ്കിലോ അതിനൊരു കാരണമില്ലാതെ പറഞ്ഞു വിടില്ല വാപ്പോ. എനിക്ക് ആ മനുഷ്യനെ വിവാഹം കഴിക്കാ സമ്മതമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയി പറയുമ്പോ അംർ ഇബ്നു വഹബ് എന്ന് പറയുന്ന കോടീശ്വരനുണ്ടല്ലോ, ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്
അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ ചുമ്മാതെ പറയുകയാണെന്ന്, കള്ളം പറയുന്നതാണെന്ന് കരുതി നബിയേ, എനിക്കെന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സമ്മതമാണെന്ന് പറയുമ്പോ സഅദ് റളിയല്ലാഹു തആല വല്ലാത്ത സന്തോഷത്തിലാണ്, വല്ലാത്ത സന്തോഷത്തിലാ. അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട്, യാ റസൂലല്ലാഹ്, മഹർ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, ഞാൻ പാവപ്പെട്ടവനാ നബിയേ, ഈട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നുമില്ല നബിയേ. സഅദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുമ്പോ പ്രവാചകൻ പറഞ്ഞു, മഹാനായ സയ്യിദുനാ ഉസ്മാൻ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, മൂന്ന് സഹാബത്തിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. 200 ദിർഹം വെച്ച് നീ വാങ്ങിക്കോ. അല്ലാഹുവേ, സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 3 സഹാബത്തിന്റെ വീടിന്റെ മുന്നിലെത്തി. പടച്ചവരെ അവിടെ നിന്ന് ദിർഹം വാങ്ങി. പടച്ചറപ്പേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ പറഞ്ഞു, നാളെ നിന്റെ വിവാഹമാ, നാളെ നിന്റെ വിവാഹമാണ്. അതുകൊണ്ട് നീ പോയിട്ട് അല്ലാഹുവേ വിവാഹത്തിന് ആവശ്യമുള്ള സാധനം വാങ്ങൂ, മഹർ കൊടുക്കണമല്ലോ, വസ്ത്രം വാങ്ങണമല്ലോ. അതുകൊണ്ട് പട്ടണത്തിലേക്ക് പോയിട്ട് അല്ലാഹുവേ പുതുമണവാളനോട് വസ്ത്രം വാങ്ങാ പറഞ്ഞു വിടുമ്പോ സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അല്ലാഹുവേ എത്ര കൊല്ലത്തെ അഭിലാഷമാ, ഒരു സുന്ദരിയായ പെണ്ണിനെ കിട്ടി. വളരെ ആഗ്രഹത്തോടു കൂടി പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. വസ്ത്രം വാങ്ങാ കടന്നു ചെല്ലുമ്പോ ആരോ വിളിച്ചു പറയുകയാ, ഇസ്ലാമിനെതിരെ ശത്രുക്കള് കടന്നു വരികയാണ്, യുദ്ധത്തിന് തയ്യാറെടുക്കണേ, യുദ്ധത്തിന് തയ്യാറെടുക്കണേ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെവിയിലേക്ക് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആ വിളിച്ചു പറയുന്ന വിളിയെന്ന് കേൾക്കുമ്പോ പിന്നെ ചിന്തിക്കാനൊന്നുമില്ലായിരുന്ന ചെറുപ്പക്കാരാ, നാളെ തന്റെ കല്യാണമാണെന്നങ്ങ് മറക്കുകയാ. പെട്ടെന്ന് ചെന്നിട്ടൊരു കുതിരയെ വാങ്ങി, ഒരു വാളും വാങ്ങി, ഒരു പല്ലാകുവേ പടച്ചവനെ ഒരു തലപ്പാവ് വാങ്ങി, ഒരു പടയങ്ങിയും വാങ്ങി. എന്നിട്ട് കുതിരയുടെ മുകളിലേക്ക് കയറിയിട്ട് തുണി കൊണ്ട് കണ്ണല്ലാതെ ബാക്കി മുഴുവനും അങ്ങ് മറക്കുകയാ. കണ്ണ് 2 മുടിച്ചട്ട് ബാക്കി മുഴുവനും പടച്ചറപ്പേ വാങ്ങുന്ന തുണി കൊണ്ടങ്ങ് ചുറ്റിക്കെട്ടുകയാണ്. എന്നിട്ട് യുദ്ധക്കളത്തിലേക്ക് പായുകയാ. ശത്രുക്കളെ ഇടയിലേക്ക് പാഞ്ഞിറങ്ങിയിട്ട് ശത്രുക്കളെ മുഴുവനും അല്ലാഹുവേ വെട്ടിമുറിക്കുകയാ. സഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കുകയാണ്. ആരാ പടച്ചവര്, ആരാ പടച്ചവര്? എല്ലാവരും ചോദിക്കുന്നു, ആ ചെറുപ്പക്കാരൻ ആരാ? അവൻ മനുഷ്യനാണോ മലക്കാണോ? ശത്രുക്കളെ മുഴുവനും വെട്ടിമുറിച്ചുകൊണ്ട് ശത്രുവിന്റെ മധ്യഭാഗത്തേക്ക് പാഞ്ഞു പോകുന്ന ഒരു ചെറുപ്പക്കാർ. എന്റെ പ്രിയമുള്ളവരെ, യുദ്ധം കഴിഞ്ഞു. സഹാബത്ത് ഷഹീദായവരുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോ ഈ ചെറുപ്പക്കാരൻ ആരാണെന്നറിയണമല്ലോ. ശത്രുക്കളെ മുഴുവനും വെട്ടി നുറുക്കിയോ. ഈ ചെറുപ്പക്കാരൻ ആരാണെന്നറിയാ കടന്നു ചെന്നു. അല്ലാഹുവേ നോക്കുമ്പോ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാണ്. മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ സഹാബത്ത് അത്ഭുതപ്പെടുകയോ, സഹാബത്ത് അത്ഭുതപ്പെടുകയാണ്. ഓടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ആ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ നബിയേ? മുഖം മറച്ചിട്ട് ശത്രുവിന്റെ ഇടയിലേക്ക് പാഞ്ഞു പോയ ആ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? അത് സഅദാ നബിയേ, സക്കറാത്തിന്റെ അവസ്ഥയിലാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് ചെല്ലുകയാ. അല്ലാഹുവേ, നാളെ വിവാഹമാ. പടച്ചവരെ, സ്വപ്ന ജീവിതത്തിലേക്ക് കിടക്കേണ്ടവനാ. പുതുവസ്ത്രം വാങ്ങാ റസൂലുള്ളാഹി പറഞ്ഞു വിട്ട ചെറുപ്പക്കാരനാ. മുഖം ഇങ്ങനെ മറച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, സഅദേ, നാളെ നിന്റെ കല്യാണമല്ലേ സഅദേ? നാളെ നിന്റെ വിവാഹമായിരുന്നല്ലോ സഅദേ? ആ ചെറുപ്പക്കാർ എന്തിനാ നീ മുഖം മറച്ചതെന്ന് ചോദിക്കുമ്പോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്,
എന്നെ കണ്ട, എന്നെ എങ്ങാനും നബിയെ അങ്ങ് കണ്ട എനിക്ക് യുദ്ധം ചെയ്യാൻ അനുവാദം തരില്ലല്ലോ, എന്റെ വിഭാഗമാണല്ലോ, മടക്കി വിടുമെന്ന് എനിക്കറിയാ നബിയേ, അതുകൊണ്ടാണ് മുഖം മറച്ചത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടക്കുമ്പോ പ്രവാചകനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ എല്ലാവരും എന്റെ സമ്പത്ത് കൊടുത്തു, എന്റെ മക്കളെ കൊടുത്തു, എന്റെ കുടുംബം കൊടുത്തു, എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊടുത്തു. നാളെ പടച്ചറപ്പ് പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഞാൻ തന്ന ആയുസ് എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ, അല്ലാഹുവേ നിന്റെ ദീനിനു വേണ്ടി കൊടുത്തുറപ്പേ എന്ന് പറയാ കഴിയുമല്ലോ നബിയേ. എന്റെ പ്രിയമുള്ളവര്, അവസാനം സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടന്ന് മരണപ്പെടുകയാ. സഹാബത്ത് മുഴുവനും ഇങ്ങനെ നിൽക്കുമ്പോ പടച്ചവരെ, പ്രവാചകന് പുഞ്ചിരിച്ചുകൊണ്ട് മുഖമങ്ങ് തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് മുഖമങ്ങ് തിരിക്കുകയാ. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മയ്യത്തിന്റെ മുന്നിൽ നിന്ന് എന്തിനാ നബിയെ ചിരിച്ചത്? നബിയെ ചിരിക്കാനുള്ള കാരണമെന്താ? മുഖം തിരിക്കാനുള്ള കാരണമെന്താ? അവിടെന്ന് പറഞ്ഞു, സഹാബാ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരന്റെ മയ്യത്തിന് വേണ്ടി പരസ്പരം തമ്മിലടിക്കുകയാണ്. ആ തമ്മിലടിക്കുന്ന രംഗത്തിൽ ഒരു പെണ്ണിന്റെ കാലങ്ങ് വെളിവായി. സഹാബാ, അത് കണ്ടപ്പോഴാണ് ഞാൻ എന്റെ തല തിരിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. പാതിരാത്രി ഒരുമിച്ച് കൂടി യുവത്തവേ, പോടോ മോനെ, ജന്നാത്തിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം നിനക്ക് വേണോ? വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. നിന്റെ ജീവിതം അല്ലാഹുവിന് കൊടുക്കാൻ കഴിയുമോ? നിന്റെ ആയുസുണ്ടല്ലോ, ചെറുപ്പ് തന്നിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, അത് അല്ലാഹുവിന് കൊടുക്കാൻ കഴിയുമോ? പകരം സ്വർഗ്ഗം തരാമെന്ന് അല്ലാഹു പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മോനെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്, ഒരു ചെറുപ്പക്കാരന്റെ മഹത്വം നിനക്കറിയുമോ? നിന്റെ വില എന്താണെന്ന് നിനക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂല് അവിടെന്ന് പറയുന്നു, സഹാബാ, ഇന്ന ലില്ലാഹി തആല ഇബാദുൻ യുദഉ ലഹും യൗമൽ ഖിയാമത്തിൽ മനാദീർ യഖഅദൂന അലൈഹാ ഹും കൗമുൻ ലിബാസുഹും ഹരീർ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെ കോടാനുകോടി ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു സിംഹാസനം കൊണ്ടുവരികയാണ്. ഒരു സ്വർണത്തിന്റെ സിംഹാസനം, പട്ടുവസ്ത്രങ്ങളെ കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ പരലോകത്ത് കൊണ്ടുവന്ന് വിൽക്കുകയാണ്. എല്ലാവരും അതിലേക്ക് നോക്കുകയാ. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആയിരിപ്പടമാർക്കാ നബിയേ? പ്രവാചകന്മാർക്കാണോ നബിയേ? ശുഹദാക്കൾക്കാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ല, ആ സിംഹാസനം കാണുമ്പോ അവര് പോലും ആഗ്രഹിക്കുന്നു, അല്ലാഹ് അതെനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിലോ. അവര് പോലും ആഗ്രഹിക്കുന്ന സിംഹാസനമാ. അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിച്ചു, നബിയേ, ആർക്കുള്ളതാ നബിയേ? ആ സുന്നത്തിന്റെ സിംഹാസനം ആർക്കുള്ളതാ നബിയേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അത് ആർക്കുള്ളതെന്നറിയുമോ? മോനെ, നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനുള്ളതാ. നീ എപ്പോഴും പറയും, ഇവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന്. ആരാടാ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത്? പഠിച്ചവരെ, പള്ളിയുടെ മുന്നിൽ അസർ നമസ്കരിക്കാൻ പോകുമ്പോ
ബൈക്ക് കൊണ്ടുവന്നിട്ട് സ്കൂളിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരനല്ലോ പടച്ചവനെ, ട്യൂട്ടോറിയുടെ മുന്നില്, ബസ് സ്റ്റോപ്പിന്റെ മുന്നില് പടച്ചവനെ കളിക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ നല്ല കാര്യം ചെയ്യാൻ പോകുന്ന കൂട്ടുകാരനെ വിളിച്ചു കൊണ്ടുപോകുന്നവനാടോ പടച്ചവനെ. നമ്മളെ പറയും ഇവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന്. എന്റെ പ്രിയപ്പെട്ട ഉപ്പോ, എങ്കിലും നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് ജീവിതത്തിൽ ഇന്ന് വരെ ഒരിക്കലെങ്കിലും നിന്നെ കാണുന്ന ദിവസം, നിന്നെ കണ്ട സമയത്ത് സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച ഏത് കൂട്ടുകാരനാവുള്ളത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആത്മാർത്ഥ സുഹൃത്തെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? ഇവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് ഞാനും നിങ്ങളും പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ആരെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാങ്കണത്തിലെ യുദ്ധം കിടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, ഉഹദിന്റെ രണാങ്കണത്തിലെ ആളെ യുദ്ധമാണ് സഹാബത്ത് മുഴുവനും തയ്യാറെടുക്കുകയാ. പാതിരാത്രിയിൽ പടച്ചെറുപ്പ് അബ്ദുല്ലാഹിബ്നു ജഹ്ശ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു പാതിരാത്രി തന്റെ വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാ. എന്നിട്ട് തന്റെ ഏറ്റവും വലിയ ആത്മാർത്ഥ സുഹൃത്തിന്റെ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ്. ആത്മാർത്ഥ സുഹൃത്തുക്കളോ, രണ്ടുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കളോ. പാതിരാത്രി വീട്ടിൽ കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, സഅദ് ഇബ്നു അബീ വഖാസ്, കൂട്ടുകാരാ എന്റെ കൂടെയൊന്ന് വരുവോ, എന്റെ കൂടെയൊന്ന് വരുവോ? പാതിരാത്രി തന്റെ കൂട്ടുകാരനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുകയാണ്. രണ്ടുപേരും കൂടെ കടന്നു ചെന്നു, ഒളിവെടുക്കാൻ പറഞ്ഞു ഒളിവെടുത്തു. എന്നിട്ടല്ലോ അബ്ദുല്ലാഹിബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇമാമത്ത് നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞപ്പോ അവിടെ നിന്ന് തിരിഞ്ഞിരുന്നിട്ട് തന്റെ ആത്മാർത്ഥ കൂട്ടുകാരന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, കൂട്ടുകാരാ ഞാൻ ദുആ ചെയ്യാ പോവുകയാ, ഞാൻ ദുആ ചെയ്യാ പോവുകയാ. നീ മനസ്സറിഞ്ഞിട്ട് ആമീൻ പറയണേ, നീ ആത്മാർത്ഥമായി ആമീൻ പറയണേ. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ് നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുകയാ പടച്ചവരെ. എന്നെക്കാളും യോദ്ധാവായ, എന്നെക്കാളും ആരോഗ്യമുള്ള ഒരു എതിരാളി എനിക്ക് തരണേ അല്ലാഹ്. അവൻ എന്റെ കൈ രണ്ടും മുറിക്കടേ പടച്ചവര്, എന്റെ കാല് വെട്ടി മുറിക്കടേ പടച്ചവര്, എന്റെ ചെവി മുറിക്കണേ അല്ലാ, എന്റെ കണ്ണ് ചൂടുന്നെടുക്കടേ അല്ലാ, എന്റെ ശരീരം മുഴുവനും വെട്ടി മുറിക്കണേ അല്ലാ. തന്റെ പ്രിയ കൂട്ടുകാരൻ ആമീൻ പറയാൻ മടിക്കുകയോ? സഅദ് ഇബ്നു അബീ വഖാസിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, ആത്മാർത്ഥ സുഹൃത്ത് ഒന്ന് ആമീൻ പറയുവോ, ഒന്ന് ആമീൻ പറയുവോ? നാളെ പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കേണ്ടവരല്ലേ. അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ് എന്റെ കാല് രണ്ടും മുറിക്കടേ അല്ലാഹ്. കൂട്ടുകാരൻ പുറകിലിരുന്നു ആമീൻ. എന്നിട്ട് അവസാനം അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ ഇനി തിരിച്ചെന്നെ എന്റെ വീട്ടിലേക്ക് മടക്കല്ലേ അല്ലാഹ്. ഈ കൂട്ടുകാരൻ സാക്ഷിയാ പടച്ചവര്, ഈ കൂട്ടുകാരൻ സാക്ഷിയാ പടച്ചവര്. എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ തെരഞ്ഞിട്ട് നടക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഓടിച്ചെല്ലുമ്പോ തന്റെ കൂട്ടുകാരനെ കാണുകയാ. കാല് രണ്ടും മുറിച്ചിട്ടുണ്ട്, കൈ മുറിച്ചിട്ടുണ്ട്, അല്ലാഹുവേ ചെവി മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ശരീരം മുഴുവനും 72ഓളം വെട്ടുകൾ കൊണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഓടിച്ചെന്ന് തന്റെ കൂട്ടുകാരന്റെ തലയെടുത്ത് മടിയിൽ വെച്ചപ്പോ അവിടെ നിന്ന് പറയുന്നു, സഅദേ നാളെ പടച്ചറപ്പിന്റെ മുന്നിലെത്തുമ്പോ നീ എനിക്ക് സാക്ഷി നിൽക്കണേ സഅദേ.
കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇതാ പൊന്നുപോരോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹു തന്ന ആയുസ് പാഴാക്കല്ലോ, അല്ലാഹു തന്ന സമയം പാഴാക്കല്ലോ. വമിനന്നാസി മയ്യസിരീ നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. പടച്ചറപ്പ് തന്ന നിന്റെ ഈ ആയുസുണ്ടല്ലോ, നിന്റെ ഈ ജീവിതമുണ്ടല്ലോ, ഇത് പടച്ചറപ്പിന് നീ കൊടുത്താ അല്ലാഹു നിനക്ക് ജന്നാത്തിൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ അവകാശി എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് അല്ലാഹുവിന് കൊടുക്കണം, അല്ലാതെ വേറെ ആർക്കുമല്ല. നമ്മുടെ സമയം ഓരോ സമയത്തിനും വിലപ്പെട്ടതാ. നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ അല്ലാഹു നിസ്കരിച്ചോ എന്നല്ല ചോദിക്കണം. ആദ്യം അല്ലാഹു നീ നിസ്കരിച്ചോ എന്നല്ല ചോദിക്കുന്നത്. എടാ ഞാൻ തന്ന ഈ 31 കൊല്ലം നീ എന്തിന് ചെലവഴിച്ചു? ഞാൻ ഇന്ന് മരിച്ച എന്നോട് ചോദിക്കല്ല. എനിക്ക് തന്ന ആയുസ്, നിങ്ങൾക്ക് തന്ന ആയുസ് എന്തിന് ചിലവഴിച്ചു എന്ന് ചോദിക്കും. അതിന് മറുപടി പറയാതെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്തായാലും പോകണം. അല്ലാഹുവിന്റെ മുന്നിൽ എത്തേണ്ടവനാ ഞാനും നിങ്ങളും. അവിടെ ചെല്ലുമ്പോ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ ഹസാഹാ. ഈ രണ്ട് തോളിലും ഇരിക്കുന്ന മലക്കുകൾ ഉറങ്ങാതെ 24 മണിക്കൂറും അവരുടെ ഡ്യൂട്ടിയില എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോ അല്ലാഹു എടുത്തിങ്ങനെ തരുമ്പോ ചോദിക്കും, ഇത് എന്ത് കിതാബാ പടച്ചവനെ, ഇതെന്താ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ ഹസാഹാ. സർവ്വതും ഇതിനകത്തുണ്ടല്ലോ പടച്ചവനെ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് നാളെ പടച്ചറബിന്റെ കോടതിയിൽ പോകുമ്പോ അല്ലാഹു ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യത്തിന് നീ ഒരു ഉത്തരം കണ്ടുവെക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അല്ലാഹു ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യത്തിന് നിനക്ക് മറുപടി പറയാൻ കഴിഞ്ഞ പിന്നെ നീ തിരിഞ്ഞു നോക്കണ്ട, നിനക്ക് ജന്നാത്തിൽ ഫിർദൗസ് ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, 2 നിർത്താറായോ? 10:35 ഇൻഷാ അല്ലാഹ്. ഒരു അരമണി, ഒരു 25 മിനിറ്റും കൂടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുന്നൂടെ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ മുമ്പത്തെ വെള്ളിയാഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 2 വെള്ളിയാഴ്ചയായി. ശനിയാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് പോകും, വെള്ളിയാഴ്ച പാതിരാത്രി 1 മണിക്കോ 2 മണിക്കോ വീട്ടിൽ പോയി കയറും. എൻ്റെ മോൻ തന്നെ ഇപ്പം ചോദിച്ചു തുടങ്ങി, വാപ്പ നിങ്ങൾക്ക് എന്നെ വേണ്ടേന്ന്. എപ്പോഴും വിളിച്ചാലും പറയും വാപ്പ വണ്ടിയും കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 1.5 വയസ്സായി, വണ്ടിയും കൊണ്ട് വരാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഇതുവരെ നടന്നിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ എത്തിയേനെ. ഇപ്പോഴും ഇങ്ങോട്ട് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു നീ ഉറങ്ങിക്കോ, ഞാൻ വന്ന് വിളിക്കാം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല ശരീരവേദനയുണ്ട്. എനിക്ക് വയല് കേൾക്കുന്നതിലോ പറയുന്നതിലോ കാര്യമില്ല. 12 മണി വല്ല വെളുപ്പാങ്കാലം വരെ വയല് പറഞ്ഞാലും നിങ്ങൾ കേൾക്കാനിരിക്കും, എനിക്ക് പറയാനും കഴിയും. പക്ഷേ കേട്ടിട്ട് നിങ്ങളൊക്കെ പോയി നമ്മൾ പോയി കിടന്നുറങ്ങും. നാളെ നിങ്ങളൊക്കെ സുബഹി നിസ്കരിക്കും, ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ഈ വയല് കൊണ്ട് പ്രയോജനം ഇല്ലല്ലോ. 12 മണി വരെ 1 മണി വയല് പറഞ്ഞിട്ട് ഞാൻ ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് നല്ല ഉറങ്ങിക്കഴിഞ്ഞ് സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഓടിച്ചിട്ട് റബ്ബ് തല്ലൂല്ലേ? അപ്പൊ അതിനേക്കാളും നല്ലത് കേൾക്കുന്നത് അല്പമാണെങ്കിലും ജീവിതത്തിൽ അനുസരിക്കുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ അവകാശി അല്ലാഹു തന്ന ആയുസ് അല്ലാഹുവിന് കൊട്, നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2 എല്ലാവരും ഉസ്താദന്മാരാ. അങ്ങനെ കമ്മിറ്റിക്കാരെ കഴിച്ച് വെള്ളം ഒഴിച്ച അബീബ് ഉസ്താദന്മാരെ കൊണ്ട് വെള്ളം ഒഴിപ്പിക്കുന്ന അതൊരു ഭാഗ്യമല്ലേ? പറ്റി ഒഴിച്ച ഉസ്താദന്മാരുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കൽ ഒരു ബർക്കത്തല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2ാമത്തെ വിഭാഗം ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ 2ാമത്തെ അവകാശി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ചെയ്യും, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കും, അത് പ്രചരിപ്പിക്കുന്നവൻ ആ സ്വർഗ്ഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യും, മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവന് ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യണ ഒരു സുന്നത്ത് പറ.
അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു സുന്നത്തെങ്കിലും ഞാനോ നിങ്ങളോ എല്ലാ ദിവസവും നിത്യമായി ചെയ്യുന്ന എത്ര പേരുണ്ട്? അതിനൊരു വിലയും നമ്മൾ നൽകാറില്ല. സുന്നത്തല്ലേ എന്നാ ചോദിക്കണേ. സുന്നത്തല്ലേ, ചെയ്താ പ്രതിഫലം, ചെയ്തില്ലെങ്കിൽ ശിക്ഷയൊന്നും ഇല്ലല്ലോ ഉസ്താദെ, മസല പഠിച്ചു വെച്ചിരിക്കുക. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ സുന്നത്തുകൾ അതിങ്ങനെ മുറുകെ പിടിക്കണം. മുറുകെ പിടിച്ചാൽ നിനക്ക് നാളെ അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചില സുന്നത്തുകൾ നമ്മൾ നിസ്സാരമായി തെള്ളിക്കളയുന്ന കാര്യം ഞാൻ ഒരു 3 കാര്യം പറയാം. നമ്മൾ തെള്ളിക്കളയുന്ന 3 കാര്യം. എന്റെ പ്രിയമുള്ളവരെ, ആരെങ്കിലും 3 കാര്യങ്ങൾ സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളും ആ മനുഷ്യനെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ നിസ്സാരമായി തെള്ളിക്കളയുന്ന 3 കാര്യമുണ്ട്. ഈ 3 കാര്യം നമ്മൾ തെള്ളിക്കളയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളും നമ്മളെ ശപിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. 3 കാര്യം ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നവനെ ഈ ലോകത്തെ സർവ്വ ചരാചരങ്ങളും ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിസ്കരിക്കാത്തവനെയല്ല, ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുക. ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുക. നമ്മൾ അതിൽ സൂക്ഷ്മത പുലർത്താത്തവരാ. നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റും. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചിലര് പിന്നെ വെള്ളം കുടിക്കണത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കുടിക്കണം. ഇങ്ങനെ ഇടത് കൈകൊണ്ട് വെള്ളമെടുത്ത് വലത് കൈകൊണ്ട് താങ്ങിയിട്ട് കുടിക്കണം. സത്യത്തിൽ വെള്ളം കുടിക്കേണ്ടത് ഭക്ഷണത്തിന് മുമ്പാണോ ശേഷമാണോ? എപ്പോഴാ വെള്ളം കുടിക്കേണ്ടത്? മനുഷ്യന്മാരെ, ഭക്ഷണത്തിന് മുമ്പാണോ വെള്ളം കുടിക്കേണ്ടത്, ശേഷമാണോ കുടിക്കേണ്ടത്, അതോ നടുക്കാണോ? എപ്പോഴാ കുടിക്കേണ്ടത്? പറ, എപ്പോഴാ കുടിക്കണ്ടേ? അപ്പൊ 2 അഭിപ്രായമായി. മുമ്പും പറഞ്ഞു, ശേഷവും പറഞ്ഞു. ശരി, പോട്ടെ. എപ്പോഴാ? ഭക്ഷണത്തിന് മുമ്പും കുടിക്കാം, ശേഷവും കുടിക്കാം, അത് പോട്ടെ. നടുക്ക് വെള്ളം കുടിക്കാവൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭക്ഷണം കുടിക്കേണ്ടത് ഒന്നുകിൽ ആദ്യം കുടിക്കണം, അല്ലെങ്കിൽ അവസാനം കുടിക്കണം. ഈ മദ്യത്തിൽ പിന്നെ പിന്നെ ലറൂറത്തിന്റെ ഘട്ടം വന്ന ചോറ് തൊണ്ടേ കുരുങ്ങി വെള്ളം കുടിച്ചല്ലേ പറ്റൂ. ചോറ് തൊണ്ടേ കുരുങ്ങി കുടിക്കുക, അതിൽ കുഴപ്പമൊന്നുമില്ല. അതല്ല ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആ സമയത്ത് വെള്ളം എടുത്ത് ഇടത് കൈ കൊണ്ട് എടുത്തിട്ട് വലത് കൈ കൊണ്ട് താങ്ങുന്നത്. എന്തേ വലത് കൈ കൊണ്ട് വെള്ളം പിടിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ചോറിളക്കിയ കൈ കൊണ്ട് ഗ്ലാസ്സിലൊന്ന് പിടിച്ചാൽ എന്ത് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത്തിരി എന്ത് പറ്റും? വേസ്റ്റ് പറ്റും. ഗ്ലാസ്സിൽ അല്പം ചോറ് പറ്റും, അല്ലെങ്കിൽ ഇത്തിരി കറി പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അല്ലേ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വലത് കൈകൊണ്ട് തന്നെ കുടിക്കണം. വലത് കൈകൊണ്ട് കുടിക്കണം. ഇനി പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? വലത് കൈകൊണ്ട് താങ്ങിയിട്ട് കുടിക്കേണ്ട ഒരവസ്ഥ. നിനക്ക് അള്ളാഹു കൈ തന്നിട്ടില്ല മനുഷ്യ, വലത് കൈകൊണ്ട് തന്നെ കുടിക്ക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇടത് കൈകൊണ്ട് നീ വെള്ളം കുടിക്കല്ലേ, അള്ളാഹുവേ ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളും നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. 2 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചായ കുടിക്കാൻ കൊടുത്ത, ഭക്ഷണം കഴിക്കാൻ കൊടുത്ത ഒരല്പം ബർക്കത്തിന് വേണ്ടി ബാക്കി വെക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ പലർക്കുണ്ട്. കഴിക്കാൻ ഭക്ഷണം തന്ന പകുതിയെ കഴിക്കത്തുള്ളൂ, ഒരല്പം അവിടെ വെച്ചേക്കും. ചായക്കടയിൽ പോയിട്ട് ഒരു ചായ വാങ്ങും, ആകെ ഇത്രേ ഉള്ളൂ. അത് മേടിച്ചിട്ട് മൊത്തം കുടിക്കത്തില്ല. കാരണം മൊത്തം കുടിച്ചാൽ ഇവൻ ആർത്തിയാണെന്ന് വിചാരിച്ചൊരു ഇത്തിരി അവന് വെച്ചിട്ട് പോകും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ, ഭക്ഷണം ബാക്കി വെക്കരുത്. ആ പാത്രത്തിൽ ഭക്ഷണം ബാക്കി വെക്കരുത്. വെച്ചാൽ അല്ലാഹുവേ പടച്ചവനെ, ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളും നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്നെ കൊണ്ട് പറ്റുന്നിടത്ത് കഴിച്ചാൽ മതി. എന്തിനാ ഇപ്പൊ ഈ വിരുന്നിനൊക്കെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, വീട്ടിൽ വിരുന്നുകാരെ വിളിച്ച മഹാന്മാരായ ഉസ്താദന്മാരൊക്കെ പറയാറുണ്ട്, വീട്ടിൽ വിരുന്നുകാരെ വിളിച്ച ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി ഭക്ഷണമെല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞേക്കണം, ഇത് നിന്റെ വീട്, നീ ഇഷ്ടം പോലെ എടുത്തു കഴിച്ചു. ഇത് നിന്റെ ഭവനം, ഇത് നിന്റെ വീട്, ഇഷ്ടം പോലെ എടുത്തു കഴിച്ചോ. വിളമ്പി കൊടുത്താലുള്ള ബുദ്ധിമുട്ട് എന്താ? ഒന്നീ നീ വിളമ്പി വെക്കുമ്പോ ഒന്നീ കുറയും, അല്ലെങ്കിൽ കൂടും. കുറഞ്ഞാലും അവന്റെ മനസ്സ് വേദനിപ്പിക്കേണ്ടി വരും, കൂടിയാലും ഓനെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താ? ഭക്ഷണം കൊണ്ട് മുന്നിൽ വെക്കണം. ഇത് നിന്റെ വീട്, ഇഷ്ടം പോലെ എടുത്ത് കഴിക്ക്. എന്റെ പ്രിയമുള്ളവരെ, ഭക്ഷണത്തിലും വെള്ളത്തിലും നീ ബാക്കി വെക്കരുത്. അല്ലാഹുവേ, അങ്ങനെ ബാക്കി വെച്ചാൽ നിന്നെ മറ്റൊരാൾക്ക് കുടിക്കുന്നതിന് വേണ്ടിയല്ല, അറിഞ്ഞുകൊണ്ട് നീ ബാക്കി വെച്ചാൽ ഈ സർവ്വ ചരാചരങ്ങളും നിന്നെ ശപിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. 3 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കുള്ള 3ാമത്തെ ഒരു സ്വഭാവമുണ്ട്. തിന്നുന്ന പാത്രത്തിൽ വേസ്റ്റ് വെക്കുക. അപ്പൊ ഇഞ്ചിയാ
ഇത്തിരി മധുരം കൂടി ഇട്ടെങ്കിൽ ചുക്കാപ്പിയായ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിന്നുന്ന പാത്രത്തിൽ കണ്ടിട്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ട് തിന്നും, മുള്ളു വാരി അവിടെ തന്നെ വെക്കും, സൈഡിൽ ഇറച്ചി വടിക്കുക അവിടെ വെക്കും, ഇങ്ങനെ എല്ലാം തിന്നുന്ന പാത്രത്തിന്റെ ചുറ്റുഭാഗത്ത് മുഴുവനും വേസ്റ്റും വെക്കും, സെൻട്രിൽ നിന്ന് വാരി തിന്നും. കഴിക്കുന്ന ഭക്ഷണത്തിൽ നീ വേസ്റ്റ് വെക്കല്ലേ. നബി മുഹമ്മദ് മുസ്തഫ. എന്റെ താഴെ ഇട്ട എന്താ പറ്റും? എന്തായാലും നീ ഇരുന്ന് ഭക്ഷണം കഴിച്ച സ്ഥലം നിന്റെ ഭാര്യ തൂത്തേ പറ്റും. ഡൈനിങ് ടേബിളിന്റെ മുകളിലേക്ക് വേസ്റ്റ് ഇടാൻ നമ്മൾക്ക് പലർക്കും മടിയാ. തിന്നുന്ന അതെങ്ങനെ? ആരോടാ പറയണേ? പോത്തിനെ പോലെ നിന്ന് തിന്നുന്ന ആൾക്കാരോടാ പറയണേ. പലരും ചോറ് കഴിക്കണത് കൈ വെച്ചിട്ട് ഭക്ഷണം കഴിക്കരുത്, ശരീരത്തിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കരുത്. അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാത്ര ശരീരത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വാരി തിന്നും, ചിലര് മടി വെച്ചിട്ട് തിന്നും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശരീരത്ത് വെച്ചിട്ട് കഴിക്കരുത്. കല്യാണ വീട്ടിൽ പോയിട്ട് അവൻ സ്വന്തം വിളമ്പിക്കോണം, നിന്ന് തിന്നോണം. ചിക്കാൻ കസേരന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, നിന്ന് തിന്നോ. അവസാനം നിന്ന് തിന്നാ കിട്ടുന്ന പൗനി എന്തെന്നറിയോ? നിന്ന് തിന്നാ കിട്ടുന്ന പണി എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മരുന്നില്ലാത്ത രോഗം അള്ളാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്ന് തിന്ന കുഴപ്പമില്ല, നിന്ന് കുടിച്ചോ. രാവിലെ സ്കൂളിൽ പോകുമ്പോ ഓടി നടന്നിട്ടാ മോന്റെ വായിക്കാത്തിടിച്ച് കയറ്റുന്നേ, ഇരുത്തി കൊടുക്കാൻ പറ്റൂലല്ലോ. ഓടി നടന്നിട്ടാ കൊടുക്കണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അള്ളാന്റെ റസൂല് പറയും, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, തിന്നുന്ന പാത്രത്തിൽ നീ വേസ്റ്റ് വെക്കല്ല്, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും നിന്നെ ശപിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയാൽ, അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയാ, നാളെ നിനക്ക് ജന്നാത്തിൽ ഫിർദൗസ് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് മുതൽ ഈ 3 കാര്യം സൂക്ഷിക്കാമെന്ന് നിയത്തിക്കുന്നവർ കൈവക്ക്. ഇന്ന് മുതൽ സൂക്ഷിക്കാൻ തയ്യാറ്. നല്ലതുപോലെ പൊക്കിക്കോ. പ്രതിഫലം കേട്ടോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയാൽ, എന്റെ പ്രിയമുള്ളവരെ, ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ. എന്റെ പ്രിയമുള്ളവരെ, മൻ ഹാഫള അലാ സുന്നത്തിൻ അക്റമഹുല്ലാഹു ബി അർബഅതി ഹിസാൽ. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവർ, അല്ലാഹുവേ പടച്ചവനെ, റസൂലുള്ളാഹിയുടെ ഒരു സുന്നത്തെങ്കിലും ഞാൻ അനുസരിക്കും ഉസ്താദ്, ഞാൻ കാണുന്നവർക്ക് പറഞ്ഞു കൊടുക്കും ഉസ്താദ്. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ. അൽ മഹബ്ബത്തു ഫീ ഖുലൂബിൽ ബററാ. അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹു ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, പടച്ചറപ്പ് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹുവേ ഒരു സ്ഥാനം കൊടുക്കുകയാ. പള്ളിയിലെ ഇമാമിന്റെ അടുക്കൽ വന്ന് ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞോ. ഉസ്താദ് പറയും, ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിലെ ഏറ്റവും നല്ലവരോ. പടച്ചവരെ, പ്രായമുള്ളവരോട് പറഞ്ഞാൽ നിന്നെ കുറിച്ച് നല്ല അഭിപ്രായമാ. എന്റെ പ്രിയമുള്ളവര്, എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിൽ നിനക്കൊരു സ്ഥാനം കിട്ടുകയാണ്. നിന്നെ എല്ലാവരും ബഹുമാനിക്കും, നിന്നെ എല്ലാവരും ആദരിക്കും. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ, മുടിയൊന്ന് നല്ലതുപോലെ വെട്ടാൻ കഴിയുമോ? ആണുവല്ല പെണ്ണുവല്ല. പടച്ചവനെ, ഇന്നത്തെ ചെറുപ്പക്കാര് അവന്റെ തല കണ്ട ആണാണോ പെണ്ണാണോ? ആണും പെണ്ണും കെട്ട രീതിയിൽ ജീവിക്കുന്ന ചെറുപ്പക്കാര് നമ്മൾ പറയാറുണ്ട് 9. അതിനേക്കാളും മോശമായ ജീവിതം നയിക്കുന്നവരാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാര്, ഒരു മനുഷ്യനും നിന്നെ കുറിച്ച് നല്ലത് പറയൂലടാ. ഒരാളും നിന്നെ കുറിച്ചൊരു നല്ലത് പറയൂല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്തും നിനക്കൊരു സ്ഥാനമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുമെന്ന് തീരുമാനമെടുത്തോ. നിനക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്നും നിനക്ക് സ്ഥാനമോ. നിന്നെ എല്ലാവരും ബഹുമാനിക്കുകയാ. 2, അൽ ഹൈബത്തു ഫീ ഖുലൂബിൽ ഫുജറാ.
എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, താടി വളർത്തടാ പൊന്നുമോര്, മോനെ താടി വളർത്തിക്കോ പൊന്നുമോര്, തൊപ്പിയിട്ടോ പൊന്നുമോര്, ചുപ്പ ധരിച്ചോ പൊന്നുമോര്, ഫർദയും ഹിജാബും ഇട്ട് നടന്നോ പൊന്നുമോള്. തീവ്രവാദിയാണ് ഭീകരവാദിയാണെന്ന് വിളിച്ചാലും നീ പേടിക്കണ്ടോ. കാരണം അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആരൊക്കെ നിന്നെ എന്തൊക്കെ പറഞ്ഞാൽ നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിനകത്ത് നിന്നെ കുറിച്ച് വല്ലാത്ത പേടിയാ മോനെ. നിന്നെ തീവ്രവാദി എന്ന് വിളിച്ചാൽ ആ വിളിക്കുന്നവന്റെ ഹൃദയത്തിനകത്ത് നിന്നെ കുറിച്ചുള്ള പേടിയാ. അവന്റെ മുട്ടിടിക്കും ചെറുപ്പക്കാരാ. നിന്റെ ശത്രുവിന് നിനക്ക് പേടിയാണോ? നിന്റെ ശത്രുവിന് നിന്നെ വല്ലാത്ത പേടിയാ. ആരൊക്കെ വന്നാലും നീ പേടിക്കണ്ട. പടച്ചറപ്പിനെ അല്ലാതെ ഈ ലോകത്തൊരു മഖ്ലൂഖിനെയും നീ ഭയപ്പെടേണ്ട. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയാൽ അങ്ങനെ. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ മോനെ, ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ. പടച്ചവനെ, ഒരു ചെറുപ്പക്കാരൻ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുന്ന മനുഷ്യനോ. പടച്ചവനെ, യൂറോപ്പിന്റെ ഭരണാധികാരികൾ മുഴുവനും വിളിക്കുകയാണ്. രാജകൊട്ടാരത്തിലേക്ക് വിരുന്നിന് ചെന്നു. ഇബ്നു ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ, രാജാക്കന്മാരെ മുഴുവനും കൊട്ടാരത്തിൽ ഒരുമിച്ച് കൂടി. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു, കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയോ. എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ നിന്ന് അല്പം ഭക്ഷണം താഴെ വീഴുകയാണ്. ഒരൽപ്പം ഭക്ഷണം താഴെ വീടോ. ഇബ്നു ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുന്ന ചെറുപ്പക്കാർ, താഴെ വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ടെടുക്കുകയോ, താഴെ വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ടെടുക്കുകയോ, എന്നിട്ട് വൃത്തിയാക്കി പാത്രത്തിലിട്ടിട്ട് വലത് കൈ കൊണ്ട് വാരി അങ്ങോട്ട് കഴിക്കുമ്പോ രാജാക്കന്മാര് മുഴുവനും വെറുപ്പോടെ നോക്കുകയാ. എല്ലാവരും വെറുപ്പോടെ അറപ്പോടെ നോക്കുമ്പോ അതാ രാജാവ് ചോദിക്കുന്നു, ആമിറേ, എന്തിനാടാ വേസ്റ്റ് വാരി തിന്നുന്നത്? എന്തിനാ ദാരിദ്ര്യം കാണിക്കുന്നത്? ഈ ഇരിക്കുന്നത് മുഴുവനും നിനക്ക് തിന്നാനുള്ളതല്ലോ. പട്ടിണിയൊക്കെ നിന്റെ നേതാവിന്റെ നാട്ടിലല്ലോ. എന്തിനാ നീ എച്ചിരി വാരി തിന്നുന്നത്? എല്ലാവരുടെ മുന്നിൽ വെച്ച് രാജാവ് അങ്ങോട്ട് ചോദിക്കുമ്പോ ഇബ്നു ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ ചാടി എഴുന്നേറ്റ് തന്റെ പുറകിൽ കിടന്ന വാള് വലിച്ചോടി യൂറോപ്പിന്റെ ഭരണാധികാരിയുടെ നെഞ്ചത്തേക്ക് നീട്ടിയിട്ട്, എടാ പമ്പര വിട്ടി, നിനക്കൊക്കെ വേണ്ടി എന്റെ പ്രവാചകന്റെ സുന്നത്ത് കളയാ. എടാ വിട്ടികളെ, നിനക്കൊക്കെ വേണ്ടി എന്റെ പ്രവാചകന്റെ സുന്നത്ത് കളയാ. എന്നെ കൊണ്ട് കടിയില്ലടാ എന്ന് രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലിരുന്നിട്ട് വാളുയർത്തിയിട്ട് പറഞ്ഞെങ്കിലോ അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, എന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയ നീ ആരുടെ മുന്നിലും ഭയപ്പെടണ്ട, നീ ആരുടെ മുന്നിലും ഭയപ്പെടണ്ട. നിന്നെക്കാളും എത്ര കഴിവുള്ളവനാകട്ടെ, പവറുള്ളവനാകട്ടെ മോനെ, അവന്റെ ഹൃദയത്തിനകത്ത് നിന്നെ വല്ലാത്ത പേടിയാ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയോ, ഇന്ന് മുതൽ പ്രവാചകന്റെ ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ ഹയാത്താക്കുമെന്ന് തീരുമാനമെടുത്ത മുസ്ലിമേ, നിനക്ക് അല്ലാഹു ദാരിദ്ര്യം തരില്ല. ഒരാളുടെ മുന്നിലും പോയി കൈനീട്ടേണ്ട ഗതികേട്, ഒരാളുടെ മുന്നിലും പോയി യാചിക്കേണ്ട ഗതികേട്. പടച്ചവരെ, കഴിക്കാ ഭക്ഷണമില്ലെന്ന് പറഞ്ഞു അല്ലാഹുവേ കടന്ന് നിലവിളിക്കേണ്ട ഒരവസ്ഥ, ഹറാമ് തിന്നേണ്ട ഒരവസ്ഥ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയ അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, അല്ലാഹു നിന്റെ റിസ്കിൽ ബറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ
എന്റെ പെൺമക്കള് വളർന്നു ഉസ്താദ്, എത്തിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലെന്ന് നീ ഭയപ്പെടണ്ട, എന്റെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞ് ഭയപ്പെടണ്ട. നിന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുകയാ. എന്നാല് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുന്നവര് മനുഷ്യര് പണച്ചറപ്പ് കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലമെന്ത്? ഈ പാതിരാത്രി വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ മോഹമെന്താ? മരിക്കുന്ന സമയമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാ കൊതിക്കുന്നവരോ? എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയ അല്ലാഹു നിന്റെ ദീൻ ഉറപ്പിക്കും ചെറുപ്പക്കാരാ. അല്ലാഹു നിന്റെ ഈമാൻ ഉറപ്പിച്ചു തരികയോ? മോനെ, ഒരുത്തന്റെ മുന്നിലെ മടിപതറാത്ത ഈമാൻ അല്ലാഹു തരും ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് പെൺമക്കൾക്ക് റസൂലുള്ളാഹിനെ പഠിപ്പിച്ചു കൊടുക്കൂ, പ്രവാചകന്റെ ജീവിതം പഠിപ്പിച്ചു കൊടുക്കൂ. കണ്ടവന്റെ പുറകെ നിന്റെ പൊന്നുമോളോടൂല, ഇസ്ലാമിനെ നാണം കെടുത്തിയിട്ട് പോകൂല. വരുന്നവനോട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന മക്കളായി മാറും ചെറുപ്പക്കാരാ. ഈമാൻ വേണ്ടേ? മഹാനായ സയ്യിദുനാ ബിലാൽ ഏത് ഈമാനം നിറയുവോ? പടച്ചവരെ, ബിലാൽ തങ്ങളുടെ കഴുത്തിൽ കയറ് കെട്ടിക്കെട്ട് മക്കയുടെ തെരുവിലൂടെ പടച്ചവരെ കുട്ടികളെ വലിച്ചിടച്ചുകൊണ്ട് നടക്കുമ്പോഴും ബിലാൽ തങ്ങൾ വിളിച്ചു പറഞ്ഞതല്ലാഹു വഹദു. പടച്ചവരെ, ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി പടുത്തു കിടക്കുന്ന മലലാരുണ്യത്തിലെ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടപാറുകൊണ്ട് ഉത്തുബത്തും ശൈബത്തും ക്രൂരമായി തല്ലുമ്പോ അല്ലാഹുവേ ദാഹിച്ച് തൊണ്ട പറ്റിക്കെട്ട് വെള്ളത്തിന് കിടന്ന് യാചിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്തു കൊണ്ടുവന്ന് ബിലാൽ തങ്ങളുടെ വായിലേ കുടിച്ചു കൊടുക്കുമ്പോ ആ സമയത്തും അവിടെ കിടന്ന് പറഞ്ഞത് അല്ലാഹു വഹദു. ഒന്നുകിൽ നീ ഇസ്ലാമിൽ നിന്ന് തിരിച്ചു വരണം, അല്ലെങ്കിൽ കാഫിറിനെ പോലെ ചാകട എന്ന് പറഞ്ഞു പടച്ചവരെ തന്റെ നേതാക്കന്മാരിട്ട് തല്ലിച്ചതച്ചപ്പോ ബിലാൽ തങ്ങളെ തോറ്റുകൊടുത്തില്ല ചെറുപ്പക്കാരാ. ആ ഇമാമേടോ പോരോ രാത്രി ഒഴുകി വന്ന പെങ്ങള് ഒരുത്തന്റെ മുന്നിലും പതറാത്ത തുണ്ടമായി വെട്ടി മുറിച്ചാൽ മുറിക്കുന്നവന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഇമാമേടോ. എന്റെ പ്രിയമുള്ള മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനെ മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോ ഒരു ഭാര്യയെയും ഭർത്താവിനെയും പടച്ചവനെ ഖുറൈശികളെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുകയാ. ശരീരത്തിലെ വസ്ത്രം മുഴുവനും അടിച്ചു മാറ്റിയിട്ട് ഒരാണിനെയും പെണ്ണിനെയും മരുഭൂമിയിലിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. ആരെയും അറിയുമോ? മഹദി സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പടച്ചവരെ രണ്ടുപേരെയും ഇട്ട് തല്ലിച്ചതയ്ക്കുകയാ. അല്ലാഹുവേ, എന്തേ കാരണമെന്നറിയുമോ? മുസ്ലിമായതിന്റെ പേരിലോ അവസാനം പടച്ചവരെ സുമയ്യ ബീവിയുടെ ഭർത്താവിന്റെ കൈകാല് കെട്ടിക്കെട്ട് തലകീഴായിട്ട് കത്തുന്ന തീക്കകത്തേക്ക് ഇങ്ങനെ ഇറക്കി നിർത്തിയിരിക്കുകയാ. കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് തലകീഴായി കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അല്ലാഹുവേ, സുമയ്യ ബീവി നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പച്ചയിറച്ചി നിന്ന് കത്തുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനും ഉസ്മാൻ തങ്ങളും നോക്കുമ്പോ ആ കാഴ്ച കാണുകയാ. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണത്തോട് മല്ലടിക്കുന്ന കാഴ്ച കണ്ടപ്പോ, പച്ചയിറച്ചി നിന്നിങ്ങനെ കത്തുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഓടി വന്നിട്ട് തീക്കകത്ത് നിന്ന് വെളിയിലേക്ക് തള്ളിയിടുകയാ. ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് എല്ല് വെളിയിൽ കാണുന്ന രീതിയിലോ പടച്ചവര് സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ യാസിർ റളിയല്ലാഹു തആല അൻഹു പടച്ചവര് അവരിങ്ങനെ ഇരിക്കുമ്പോ തന്റെ പൊന്നാര മകന്റെ മുന്നിലിട്ടാണ് പീഡനം നടക്കുന്നത്. ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ടിരിക്കുന്ന സഹാബിയുടെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നപ്പോ അവിടുന്ന് ചോദിച്ചു, റസൂലുള്ളാഹ്
അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെയാണോ നബിയേ? ശരീരത്തിലൊന്ന് തടവാൻ പോലും കഴിയുന്നില്ലോ. കത്തിക്കഞ്ഞിരിക്കുന്ന ശരീരത്തിന്റെ ചാരത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ കരയണ്ട, നീയും നിന്റെ ഭാര്യയും നിന്റെ പൊന്നുമോട് സ്വർഗത്തിലാ. പറയേണ്ട താമസമുണ്ടല്ലോ, സുമയ്യാ ബീവി റളിയല്ലാഹു തആല കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ശരീരത്തിലെ വസ്ത്രം മുഴുവനും അടിച്ചു മാറ്റി ശത്രുക്കളെ ക്രൂരമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, സുമയ്യാ നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാ. പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. സുമയ്യാ ബീവി റളിയല്ലാഹു തആല മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് അവിടുന്ന് പറഞ്ഞു, തോറ്റുകൊടുക്കല്ലേ. ഇവന്മാര് കൊന്നാലും ഇവന്മാര് തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാല് അല്ലാഹുവിനെ വലിച്ചെറിയല്ലേ, ഇസ്ലാമിനെ വലിച്ചെറിയല്ലേ. പടച്ചറപ്പാട് വരുത്. അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയോ, അല്ലാഹുവേ മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിന് ധൈര്യം കൊടുക്കുന്നത് കണ്ടപ്പോ അബൂജഹലിനെ സഹിച്ചില്ല. ഒരു പഠിപ്പിച്ച കമ്പിയെടുത്തിട്ട് സുമയ്യാ ബീവിയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ കുത്തിയിറക്കുകയാണ്. അടിവയറ് തുളച്ചിട്ട് കമ്പി വെളിയിൽ വന്നു. സുമയ്യാ ബീവി മരുഭൂമിയിലേക്ക് കമഴ്ന്നു വീഴുകയോ. ആ കിടപ്പില് കിടന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, തോറ്റുകൊടുക്കല്ലേ. ഇവന്മാര് നമ്മളെ എന്തൊക്കെ ചെയ്താൽ അല്ലാഹുവിനെ വലിച്ചെറിയല്ലേ. അബൂജഹൽ കഴുത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് സുമയ്യാ ബീവിയുടെ കഴുത്ത് മണ്ണിലേക്ക് ചവിട്ടി താക്കുകയാ. അപ്പോഴും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ധൈര്യം കൊടുക്കുകയോ. സുമയ്യാ ബീവി പറഞ്ഞു, അല്ലാഹു വഹദ്. അബൂജഹലിനെ സഹിച്ചില്ലോ. ആ കമ്പി വലിച്ചൂരിയിട്ട് സുമയ്യാ ബീവിയെ പിടിച്ച് മലർത്തി കിടത്തിയിട്ട് ഗുഹ്യഭാഗത്തേക്ക് സുബ്ഹാനല്ലാഹ് കമ്പി കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുത്തപ്പോഴും ആ സുമയ്യാ ബീവി വിളിച്ചു പറഞ്ഞത്, അല്ലാഹു വഹദ്. ഈമാൻ വേണം മോരെ. ഈമാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? ഏതെങ്കിലും ഒരു സിനിമാ താരത്തിനെ കാണുമ്പോ മറക്കുന്ന ഈമാനല്ല. ഒരു തൊലിവെളുപ്പുള്ള പെണ്ണിനെ കാണുമ്പോ പടച്ചറപ്പിനെ വലിച്ചെറിയുന്ന ഈമാനല്ലോ. നിങ്ങളെ ഇന്നലെ കണ്ടവന്റെ പുറകെ വിളിച്ചോടുന്ന പെണ്ണ് മോളെ, ആ ഈമാനല്ലോ. തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചിട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയുന്നവർ ഈമാൻ വേണോ? റസൂലുള്ളാഹിയുടെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയോ? അല്ലാഹു നിനക്ക് തരുന്ന നാലാമത്തെ പ്രതിഫലം പടച്ചറപ്പ് നിന്റെ ഈമാൻ ഉറപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, അല്ലാഹുവേ ആ ഈമാൻ തരണേ അല്ലാ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. ആഗ്രഹമില്ലേ ചെറുപ്പക്കാരോ? ഞാനും നിങ്ങളും എല്ലാവരും ജനിച്ചപ്പോ, നമ്മളെ ഉമ്മ നമ്മളെ പ്രസവിച്ചപ്പോ ശപിക്കപ്പെട്ട ലാനത്താക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ നുള്ളിയിട്ട് നമ്മളെ കരയിപ്പിക്കുകയോ. പിഞ്ചു കുഞ്ഞായ ഞാനും നിങ്ങളും കരയുന്നത് കണ്ടിട്ട് അവൻ അടുത്ത് നിന്ന് ചിരിച്ചു, ചെറുപ്പക്കാരാ ഇവന് കരയുന്ന ഒരു സമയമുണ്ടടാ. നമ്മള് കരഞ്ഞ സമയത്ത് അവന് ചിരിച്ചവരോ അവനെ കരയിപ്പിക്കണം പൊന്നുമോരോ. അവനെ നെഞ്ചു പൊട്ടികട്ടെ കരയിപ്പിക്കണം പൊന്നുമോരോ. എപ്പോഴും അറിയുവോ, ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്ന സമയത്ത് മലക്കുൽ മൗത്ത് വിളിച്ചു കൊണ്ടുപോകാ കടന്നു വരുന്ന സമയത്ത് അവന് മരിച്ചുപോയ മാതാപിതാക്കളുടെ രൂപത്തിലോ ആ മനുഷ്യനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തിലോ കയ്യിൽ വെള്ളം പിടിച്ചുകൊണ്ട് കവിളിന്റെ ഭാഗത്തേക്ക് ചുണ്ടിന്റെ ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുവന്നിട്ട് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ. വാപ്പയാടാ പറയുന്നത്, ഉമ്മയാടാ പറയുന്നത്, കൂടെ പറപ്പാടാ പറയുന്നത്. നിനക്ക് കുടിക്കാ വെള്ളം ഞാൻ തരോ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നരകത്തിന്റെ അവകാശിയാക്കാ പരിശ്രമിക്കുമ്പോ പോടാ എന്ന്
എന്ന് പറഞ്ഞിട്ട് അവനെ തള്ളിക്കളഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞിട്ട് മരിക്കണ്ടോ? നീ പടച്ചിറപ്പിന്റെ സ്വർഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നു പോകുന്നത് കണ്ടിട്ട് ആ ശപിക്കപ്പെട്ടവൻ നിന്റെ മയ്യത്തിന്റെ ചാരത്ത് നിന്നിട്ട് നെഞ്ചു പൊട്ടിയിട്ട് കരയുന്നത് കാണണ്ടേ മോരെ? അവര് കരയുന്ന സമയത്ത് നിനക്ക് പുഞ്ചിരിക്കണ്ടേ ചെറുപ്പക്കാരോ? കരുണയുള്ള അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, അങ്ങനെ ഒരു മരണം തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, പാവങ്ങളെ സഹായിക്കുക എന്നവരെ ലക്ഷ്യമല്ലാതെ ഒരു ലക്ഷ്യവും ഈ പാവങ്ങൾക്കില്ലോ. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരികയാ. ഒന്ന് ചോദിച്ചാ മതി, ഒരേ ഒരു അഭിലാഷം പറഞ്ഞാ മതി. നിന്റെ കയ്യിൽ ഇരിക്കുന്നതിൽ ഒരു നല്ല സദഖ എടുക്കുമ്പോ നീ അല്ലാഹുവോട് ഒന്ന് പറഞ്ഞാ മതി. അല്ലാഹുവേ, എനിക്കൊരു നല്ല മരണം തരണേ അല്ലാഹ്. എനിക്ക് മരിക്കുന്ന സമയത്ത് ശൈത്താനിനെ കരയിപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്.